ലോകത്തിലെ പല ഭാഗങ്ങളിലെ മനുഷ്യർക്ക് കടും കറുപ്പ് മുതൽ നല്ല വെളുപ്പ് നിറം വ്യത്യസ്ത ചർമ്മ നിറങ്ങൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറും ഭംഗിക്ക് വേണ്ടിയോ അതോ ചൂട് കൂടിയത് കൊണ്ട് മാത്രം ഉണ്ടായതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ DNA നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കാൻ പ്രകൃതി തന്ന ഒരു ഹൈടെക് സ്പേസ് സ്യൂട്ടാണ് ഈ ചർമ്മ നിറം. ഇതിനെ നമുക്ക് ഫോളൈറ്റ് വൈറ്റമിൻ ഡി ബാലൻസ് ലോജിക് എന്ന് വിളിക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ കടുത്ത വെയിലിൽ ജീവിച്ചിരുന്ന ആദ്യകാല മനുഷ്യർക്കെല്ലാം കറുത്ത നിറമായിരുന്നു. അവരുടെ ചർമ്മത്തിൽ മെലാനിൻ എന്ന സ്വാഭാവിക സൺസ്ക്രീം ഉണ്ടായിരുന്നു. കടുത്ത സൂര്യപ്രകാശം നമ്മുടെ രക്തത്തിൽ ഫോളൈറ്റ് വൈറ്റമിൻ B9 എന്ന ജീവത്തെ നശിപ്പിക്കും. ഇത് കുട്ടികളിൽ ജന്മനാ വൈകല്യം ഉണ്ടാക്കും. അതുകൊണ്ട് മനുഷ്യവംശം നിലനിർത്താൻ ഈ കറുത്ത ചർമ്മം ഒരു കവചമായി മാറി. എന്നാൽ പിൽക്കാലത്ത് മനുഷ്യർ തണുപ്പോടെ യൂറോപ്പിലേക്ക് കുടിയേറിയപ്പോൾ അവിടെ വെയിൽ വളരെ കുറവായിരുന്നു. കറുത്ത ചർമ്മം ആ ചെറിയ വെയിലിലെ പോലും തടഞ്ഞതോടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ കഴിയാതെ വന്നു. അതോടെ അതിജീവനം തരാൻ മനുഷ്യന്റെ ശരീരം മെലാനിന്റെ അളവ് കുറച്ച് വെളുത്ത നിറമായി മാറി. ഈ പരിണാമ രഹസ്യം വെച്ച് നമ്മുടെ ദിവസേനയുള്ള എനർജി എങ്ങനെ കൂട്ടാം? മെലാനിൻ സൺലൈറ്റ് ഒപ്റ്റിമൈസേഷൻ ഹാക്ക് ഓർത്തു വെക്കൂ. നിങ്ങളുടെ ചർമ്മത്തിന് ഇരുണ്ട നിറമാണെങ്കിൽ അതിലെ മെലാനിൻ നിങ്ങളുടെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുമെങ്കിലും വെളുത്ത നിറമുള്ളവരെ അപേക്ഷിച്ച് വൈറ്റമിൻ ഡി നിർമ്മിക്കാൻ നിങ്ങൾക്ക് 3 മടങ്ങ് കൂടുതൽ സമയം വെയിൽ കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് എപ്പോഴും മുറിക്കുള്ളിൽ അടച്ചിരിക്കാതെ ദിവസവും ഉച്ച സമയത്ത് വെയിൽ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ സൺസ്ക്രീം ഇല്ലാതെ കൊള്ളുക. അല്ലെങ്കിൽ വിറ്റാമിൻ ഡി സപ്ലിമെന്റുകൾ കഴിക്കുക. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി മൂടും പെട്ടെന്ന് വർദ്ധിപ്പിക്കും. കറുത്ത ചർമ്മം ഫോളൈറ്റിനെ സംരക്ഷിക്കുന്നു, വെളുത്ത ചർമ്മം സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കുന്നു. എല്ലാം അതിജീവനത്തിന്റെ ലോജിക്കാണ്. ഇതുപോലുള്ള ഞെട്ടിക്കുന്ന ശാസ്ത്രകാര്യങ്ങൾ അറിയാനായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.